ഏരിയ വെക്റ്റർ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? എന്താണ് ഇലക്ട്രിക് ഫ്ലക്സും ഏരിയ വെക്റ്ററും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്? Electric flux through a given area is the measure of the total number of electric field lines passing normally through that area. അതായത് ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എപ്പോഴും നമ്മൾ ഒരു പോയിന്റിലെ ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡിൽ തന്നെയുള്ള ഒരു പോയിന്റിലെ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കുക. പക്ഷേ അതേ ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ഏരിയ തന്നു കഴിഞ്ഞാൽ ആ ഏരിയയിൽ കൂടി പോകുന്ന നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ മെഷർമെൻ്റ് ആണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ്. കൃത്യമായി അത് ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ഗിവൺ ഏരിയ, അതായത് ഏതെങ്കിലും ഒരു ഏരിയ എവിടെ വെക്കണം? ഇലക്ട്രിക് ഫീൽഡിൽ വെക്കണം. എങ്കിൽ മാത്രമാണ് ആ തന്നിരിക്കുന്ന ഏരിയയിൽ കൂടി എന്ത് കടന്നു പോകുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കടന്നു പോകുള്ളൂ. ആ ഗിവൺ ഏരിയ, തന്നിരിക്കുന്ന ഏരിയയിൽ കൂടി എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കടന്നു പോകുന്നുണ്ട് എന്നതിൻ്റെ മെഷർമെൻ്റ് ആണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ്. Electric flux through a given area is the measure of the total number of electric field lines passing normally through that area. ഒരു എക്സാമ്പിളിൽ കൂടി നമുക്കത് കുറച്ചും കൂടി മനസ്സിലാക്കിയെടുക്കാം. എൻ്റെ കയ്യിൽ ഒരു ഏരിയ ഉണ്ട്. അത് വേണമെങ്കിൽ ഒരു ക്യൂബിൻ്റെ മുകൾ ഭാഗമാകാം, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ മുകൾ ഭാഗമാകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യൂബിൻ്റെ മുകൾ ഭാഗമാണ്. അതിനൊരു ഏരിയ ഉണ്ടായിരിക്കും, അതിനൊരു ലെങ്ത് ഉണ്ടായിരിക്കും, അതിനൊരു ബ്രെഡ്ത്ത് ഉണ്ടായിരിക്കും. ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. അത് ക്യൂബ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡ് അറിഞ്ഞാൽ മതി. അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഏരിയ കിട്ടും. അതായത് DS ആണ് അതിൻ്റെ ഏരിയ, DS വെക്റ്റർ ആണ് അതിൻ്റെ ഏരിയ വെക്റ്റർ. ഇത് ക്യൂബിൻ്റെ മുകൾ ഭാഗമാണ്. വരച്ചിരിക്കുന്നത് 2 ഡയമെൻഷണൽ ആയിട്ടാണെങ്കിലും നിങ്ങളത് 3 ഡയമെൻഷണൽ ആയിട്ട് ഇമാജിൻ ചെയ്യണം. ഒരു ക്യൂബിൻ്റെ മുകൾ ഭാഗമാണ്. അതിൻ്റെ ഏരിയ വെക്റ്റർ എങ്ങോട്ടായിരിക്കും പോവുക? നേരെ മുകളിലേക്കായിരിക്കും പോവുക. ഏരിയ വെക്റ്റർ മുകളിലേക്കാണ്. അതായത് DS എന്ന് പറയുന്ന വെക്റ്റർ, ഏരിയ വെക്റ്റർ മുകളിലേക്കാണ്. n ക്യാപ്, നേരത്തെ പറഞ്ഞതുപോലെ n ക്യാപ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്റ്ററാണ്. മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഡയറക്ഷൻ എപ്പോഴും ഔട്ട്വേർഡ് ആയിരിക്കും, നോർമൽ ആയിരിക്കും. ക്യൂബിൻ്റെ മുകൾ ഭാഗം അതിൽ നിന്ന് പുറത്തേക്കും, അതേപോലെ തന്നെ അത് നോർമലും കൂടിയായിരിക്കും. എൻ ക്യാപ് എന്ന് പറയുന്നത് ആ ക്യൂബിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് പുറത്തേക്കായിരിക്കും പോവുക. ആ മുകൾ ഭാഗത്തിന് നോർമലായിട്ടായിരിക്കും പോവുക. അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഏരിയ വെക്റ്റർ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ വെക്റ്റർ നേരെ മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ കയ്യിലുള്ള ഈ ഏരിയയുടെ ഇലക്ട്രിക് ഫ്ലക്സ്? അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഏരിയയിൽ കൂടി ആ ഏരിയയ്ക്ക് നോർമലായി എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കടന്നു പോകുന്നുണ്ട് എന്ന് മെഷർ ചെയ്യണം. ആ മെഷർമെൻ്റ് ആണ് എന്ത്? ആ തന്നിരിക്കുന്ന ഏരിയയുടെ ഇലക്ട്രിക് ഫ്ലക്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടി വായിക്കാം നമുക്ക്. ഏതെങ്കിലും ഒരു ഏരിയയുടെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ആ ഏരിയയിൽ കൂടി ആ ഏരിയയ്ക്ക് നോർമലായിട്ട് കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ മെഷർമെൻ്റ് ആണ്. ഈസ് ദ മെഷർ ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ്. ഈ ഏരിയയിൽ കൂടി കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ മെഷർമെൻറ്റ്. ഇനി ആ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എങ്ങനെ പോകണം? പാസിംഗ് നോർമലി ത്രൂ ദാറ്റ് ഏരിയ. ആ ഏരിയയ്ക്ക് നോർമലായിട്ട് പോകണം. അതായത് ഏരിയ വെക്റ്ററും നോർമലാണ്, അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും നോർമലാണ്. അങ്ങനെയെങ്കിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോർമലായിട്ട് കടന്നു പോകുന്നുണ്ട്? അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി നോർമലായിട്ട് അല്ലെങ്കിലോ? ഒരു ഏരിയ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഏരിയ തന്നെയാണ്. ഏരിയ വെക്റ്റർ എങ്ങോട്ടാണ് പോകുന്നത്? ക്യൂബിൻ്റെ മുകൾ ഭാഗമാണെങ്കിൽ ആ മുകളിലത്തെ സർഫസിന് മുകളിലേക്ക് നോർമലായിട്ടായിരിക്കും ആര് പോകുന്നുണ്ടാവുക? ഏരിയ വെക്റ്റർ പോകുന്നുണ്ടാവുക. അതായത് DS വെക്റ്റർ, ഏരിയ വെക്റ്ററാണ്, മുകളിലേക്കാണ്.
നമ്മൾ പറഞ്ഞ എൻ ക്യാപ്പ് യൂണിറ്റ് വെക്ടർ അതും മുകളിലേക്കാണ്. ഏതെങ്കിലും കാരണവശാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ചെരിഞ്ഞാണ് പോകുന്നതെങ്കിൽ, ആദ്യത്തെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ മുകളിലേക്കായിരുന്നു, ഏരിയ വെക്ടറും മുകളിലേക്കായിരുന്നു. ഇവിടെ ഏരിയ വെക്ടർ മുകളിലേക്കാണ്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ചെരിഞ്ഞാണ് പോകുന്നത്. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എങ്ങനെ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കും? ഇവിടെയാണെങ്കിൽ സുഖമായിരുന്നു, എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ നോർമലായിട്ട് കടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ കൗണ്ട് ചെയ്താൽ മതി. അതുതന്നെയാണ് ആ ഏരിയയുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫ്ലക്സ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ചെരിഞ്ഞിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോകുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എങ്ങനെ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനായി സാധിക്കും? അതിനു വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. നോക്കാം എന്താണ് ആ ഇക്വേഷൻ എന്നുള്ളത്. d∅e. ഇവിടെ d∅e എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അതായത് φe ആണ് റെപ്രസെൻറ്റേഷൻ. φe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്നാണ് അർത്ഥം. ഇവിടെ d∅e എന്ന് പറയാൻ കാരണം ചെറിയൊരു ഏരിയ ആണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അതായത് ds എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഫ്ലക്സും ചെറുതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ d∅e എന്ന് എടുക്കാനായിട്ട് കാരണം. വലിയൊരു ഏരിയയുടെ മൊത്തം ഫ്ലക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ d∅e എന്ന് എഴുതേണ്ട ആവശ്യമില്ല, φe എന്ന് മാത്രം എഴുതിയാൽ മതി. ഇവിടെ ചെറിയൊരു ഏരിയ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, അതുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ആയതുകൊണ്ട് നമ്മളതിനെ d∅e എന്ന് എഴുതുന്നു. ഈക്വൽ ടു E ഡോട്ട് ds. ഒരിക്കലും ഇത് E ഇൻറ്റു ds ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതൊരു ഡോട്ട് പ്രൊഡക്റ്റാണ്, ക്രോസ് പ്രൊഡക്റ്റുമല്ല, ഡോട്ട് പ്രൊഡക്റ്റാണ്. ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾക്ക് എപ്പോഴും രണ്ട് വെക്ടറുകളെ വെച്ച് മാത്രമേ പറയാൻ സാധിക്കൂ. അതേപോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റുകൾ എപ്പോഴും രണ്ട് വെക്ടറുകളെ വെച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെക്ടറാണ്. ds വെക്ടർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വെക്ടറാണ്. അതായത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ഏരിയയെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? വെക്ടറായിട്ട് ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന് മുമ്പ് നമ്മൾ ആരെ പഠിച്ചത്? ഏരിയ വെക്ടറിനെ പഠിച്ചത്. നോക്കാം, d∅e ചെറിയ ഒരു ഏരിയയുടെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് E ഡോട്ട് ds ആണ്. അതായത് E എന്ന് പറയുന്നതും വെക്ടറാണ്, ds എന്ന് പറയുന്നതും വെക്ടറാണ്. E ഡോട്ട് ds. E ഡോട്ട് ds നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? A ഡോട്ട് b എന്ന് പറയുന്നത് AB cos തീറ്റയാണ്. A ക്രോസ് b എന്ന് പറയുന്നത് AB സൈൻ തീറ്റയാണ്. ഇവിടെ നമുക്ക് എടുക്കാനുള്ളത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. E ഡോട്ട് ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E ഇൻറ്റു ds ഇൻറ്റു കോസ് തീറ്റ. ചിന്തിക്കാം, എന്താണ് തീറ്റ? തീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ്. ഇവിടെ എത്രയാണ് ആംഗിൾ നോക്കൂ. നേരെ മുകളിലേക്കാണ് ആര് പോകുന്നത്? ഏരിയ വെക്ടർ പോകുന്നത്. നേരെ മുകളിലേക്ക് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡും പോകുന്നത്. അങ്ങനെയെങ്കിൽ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ഈ കേസിൽ എത്രയായിരിക്കും? 0 ആണ്. അതായത് ആദ്യത്തെ കേസിൽ തീറ്റ 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും അതേപോലെ ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആദ്യത്തെ കേസിൽ എത്രയാണ്? 0 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? d∅e ഈക്വൽ ടു E ഇൻറ്റു ds ഇൻറ്റു കോസ് 0. കോസ് 0 എന്ന് പറയുന്നത് എത്രയാണ്? കോസ് 0 1 ആണ്. അങ്ങനെയാണെങ്കിൽ E ഇൻറ്റു ds ഇൻറ്റു 1, അതായത് E ഇൻറ്റു ds ഓൺലി. ഇവിടെ ഡോട്ടോ ക്രോസോ ഒന്നും തന്നെ ഇല്ല, വെറുതെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. d∅e ഈക്വൽ ടു E ഡോട്ട് ds. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ വെക്ടർ സൈൻ ഇട്ടിട്ടില്ല. അതായത് E ഡോട്ട് ds ഈക്വൽ ടു EDS കോസ് തീറ്റ എഴുതുമ്പോൾ ഇവിടെ വെക്ടർ നൊട്ടേഷൻ മുകളിൽ വെക്ടർ ഞാൻ ഇട്ടിട്ടില്ല. അതായത് E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ds എന്ന് പറയുന്ന ഏരിയ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. തീറ്റ എന്ന് പറയുന്നത് Eയും dsയും തമ്മിലുള്ള ആംഗിളാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ d∅e കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് E എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, സ്കെയിലാറാണ്.
ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, സ്കേലാറാണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താ? ഒരു ആംഗിളാണ്, അതും സ്കേലാറാണ്. അതായത് d∅e എന്ന് പറയുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. ഇവിടെ ഏരിയ വെക്റ്റർ നേരെ മുകളിലേക്കാണ്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഒരല്പം ചെരിഞ്ഞാണ് പോകുന്നത്. ഈ ഒരു കേസിൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്റ്ററും ഒരേ ഡയറക്ഷനിൽ അല്ല. അവർ തമ്മിൽ എന്തുണ്ട്? ചെറിയൊരു ആംഗിൾ ഉണ്ട്. ആംഗിൾ എത്ര വേണമെങ്കിലും ആകാം. 30 ഡിഗ്രി ആകാം, 45 ഡിഗ്രി ആകാം, 60 ഡിഗ്രി ആകാം. ഇഷ്ടമുള്ള ആംഗിൾ അവിടെ വരാം. ഞാനിവിടെ ആംഗിൾ നോട്ട് ഈക്വൽ ടു 0 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ d∅e എന്ത് വരും? E ഇൻറ്റു ഡി എസ് ഇൻറ്റു കോസ് തീറ്റ തന്നെ വരും. അവിടെ എത്രയാണോ ആംഗിൾ, 30 ആണെങ്കിൽ കോസ് 30 വരും, 45 ആണെങ്കിൽ കോസ് 45 വരും, 60 ആണെങ്കിൽ, അതായത് ഏരിയ വെക്റ്ററും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 60 ആണെങ്കിൽ തീറ്റയ്ക്ക് നിങ്ങൾ അവിടെ 60 കൊടുക്കണം, കോസ് 60 വരും. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ത് വരും? ഈക്വൽ ടു ഇലക്ട്രിക് ഫ്ലക്സ്, ചെറിയ ഇലക്ട്രിക് ഫ്ലക്സ്, അതായത് ഡി എസ് എന്ന് പറയുന്നത് ചെറിയ ഏരിയ ആണ്. ചെറിയ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സ് ആയതുകൊണ്ടാണ് d∅e കൊടുത്തത്. d∅e ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എസ് ഇൻറ്റു കോസ് തീറ്റ. ഇത്രയുമാണ് ഇലക്ട്രിക് ഫ്ലക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.